ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന മൺസൂൺ സമ്മേളനം ഏതായാലും ബഹളങ്ങളിൽ മുങ്ങി മുൻപോട്ട് പോകുമ്പോൾ ബില്ലുകൾ പലതും പാസ്സായി വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴിതാ രാജ്യം കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബില്ല്, അമേരിക്ക വരെ ഇടപെട്ടിട്ടുള്ള ഒരു ബില്ല്, ആ ബില്ലിപ്പോൾ നിയമമാകുന്നു. നാളെ അത് പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മറ്റൊന്നുമല്ല, FCRA ഭേദഗതി ബില്ല് നാളെ അവതരിപ്പിക്കുന്നു. അമിത്ഷാ തന്നെ ചർച്ചയ്ക്ക് മറുപടി പറയും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2010 വിദേശ നിയന്ത്രണ ഈ സാമ്പത്തിക നിയന്ത്രണ ഭേദഗതി ബില്ല് ഒന്നുകൂടി ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയതായി വരുന്നത്. ഇത് 2026 മാർച്ച് 25 പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്ന ഒരു ബില്ല് കൂടിയാണ്. ഏതായാലും ഈ പാർലമെന്ററി വിദേശകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ഇതിനായിട്ടോ ഇല്ലെങ്കിൽ മറ്റു ബില്ലുകൾക്കായിട്ടോ ഇനി പാർലമെന്റ് സെഷൻ നീട്ടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒടുവിൽ അമേരിക്കയുടെ കോൺഗ്രസ് അംഗത്തെ വരെ ഇറക്കി കളിച്ച കളിയാണ് FCRA നടപ്പാക്കാതിരിക്കാൻ. ആവുന്നത്ര പണിതു, പാർട്ടികളെ ഇളക്കി വിട്ട് സമരം ചെയ്തു. അമേരിക്കൻ കോൺഗ്രസ് അംഗത്തെ രംഗത്തിറക്കി പ്രസ്താവന നടത്തി. മാർക്ക് റൂബിയോ വന്ന് ഇന്ത്യയിൽ കറങ്ങിത്തിരിഞ്ഞു പോയി. അങ്ങനെ പലതും നടന്നു. പല ആശകളും ആവേശങ്ങളും സ്വപ്നങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വൃഥാവിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നാളെ FCRA ബില്ല് പാർലമെന്റിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.